നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ BJPക്ക് വെള്ളിത്താലത്തിൽ വിജയം സമ്മാനിച്ചതായി VD സതീശൻ. ജില്ലയിൽ 2147 പട്ടയങ്ങളും 24 വനാവകാശ രേഖകളും വിതരണം ചെയ്തു. മന്ത്രി കെ രാജൻ താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂർ ഹൃദയ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രം നവീകരണം പൂർത്തിയാക്കിയ ലാബ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ വെള്ളിത്താലത്തിൽ BJPക്ക് വിജയം സമ്മാനിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി വെള്ളിത്താലത്തിൽ BJPക്ക് വിജയം സമ്മാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പിണറായിയുടെ നിർദ്ദേശാനുസരണമാണ് ADGPയുടെ നേതൃത്വത്തിൽ പൂരം കലക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പൂര ദിവസം രാവിലെ മുതൽ കമ്മീഷണർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അന്തംഗമികൾ പോലും വിശ്വസിക്കില്ല. ഇടപെടാതിരുന്നത് മുൻധാരണ പ്രകാരമാണ്. ഇതിന്റെ ആരംഭം 2023 മെയ് മാസത്തിൽ ADGP RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത് മുതലാണ്. സെപ്റ്റംബറിൽ അസംബ്ലിയിൽ പറഞ്ഞതാണ്. ഉന്നയിച്ച 5 വിഷയങ്ങൾ ഇന്ന് PV അൻവർ ഉന്നയിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ മാഫിയ പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ പിതൃത്വം CPM-നാണ്. കേരളത്തിന്റെ മതേതര മുഖം നഷ്ടപ്പെടുത്തി വർഗീയ ശക്തികൾക്ക് വിജയം സമ്മാനിച്ച മുഖ്യമന്ത്രി രാജിവെക്കണം. കേരള ജനതയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തൃശൂരിൽ RSS ജനറൽ സെക്രട്ടറിയുമായി രഹസ്യ ചർച്ച നടത്തുകയും പിന്നീട് പൂരം അട്ടിമറിക്കുകയും BJPക്ക് വിജയം സമ്മാനിക്കുകയും ചെയ്തതിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തെക്കേ ഗോപുര നടയിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹന്നാൻ MP, TN പ്രതാപൻ, AP അനിൽകുമാർ MLA, M ലിജു, TU രാധാകൃഷ്ണൻ, ഷാനിമോൾ ഉസ്മാൻ, VT ബലറാം, VP സജീന്ദ്രൻ, PM നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടുത്തെ വെടിക്കെട്ട് പഴയ മുതലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മുറ തെറ്റാതെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുക. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനകരമായ ഒരു ഫെസ്റ്റിവലാണ്. ജാതി മത ചിന്തകൾക്കപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, ബന്ധുക്കൾ എല്ലാവരും ഓടിയെത്തുന്ന, ഓണത്തിന് വന്നില്ലെങ്കിലും പൂരത്തിന് വരുന്ന ആളുകളാണ് തൃശ്ശൂർക്കാർ. ദൂരെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം മന്ത്രിമാർക്ക് കൊടുക്കേണ്ട പൈലറ്റും മന്ത്രിമാർക്ക് കൊടുക്കേണ്ട എസ്കോർട്ടും ഈ BJP സ്ഥാനാർത്ഥിക്കും ഈ RSS നേതാവ് വത്സൻ തിലങ്കരിക്കും കൊടുത്തത് എന്ന് നിങ്ങൾ അറിയണം. ഇനി എന്താണ് പിന്നത്തെ വ്യാഖ്യാനം? പൂരം കലങ്ങി, ദേവസ്വം പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം തീരുമാനിച്ചു. പൂരം നിർത്തിവെക്കപ്പെട്ടു. പിറ്റേ ദിവസം എന്താണ് ഗവൺമെന്റ് വ്യാഖ്യാനം, സർക്കാർ വ്യാഖ്യാനം എന്താ? അത് കമ്മീഷണർ അഴിഞ്ഞാടി. കമ്മീഷണർ അഴിഞ്ഞാടി. എപ്പോ മുതൽ അഴിഞ്ഞാടി? തലേ ദിവസം രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുന്നു. താലൂക്ക് തല പട്ടയമേളകൾ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 2147 പട്ടയങ്ങളും 24 വനാവകാശ രേഖകളും വിതരണം ചെയ്തു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിന്റെ കർമ്മപദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകെ നടത്തപ്പെടുന്ന പട്ടയമേളയുടെ ഭാഗമായി ജില്ലയിൽ 2147 പട്ടയങ്ങളും 24 വനാവകാശ രേഖകളും വിതരണം ചെയ്തു. തൃശൂർ, ചാവക്കാട്, മുകുന്ദപുരം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ താലൂക്കുകളിൽ പട്ടയമേള റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കെ കരുണാകരൻ സ്മാരക ടൗൺ ഹാളിൽ നടത്തിയ പട്ടയമേളയിൽ തൃശൂർ താലൂക്കിലെ 425 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും 580 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 5 പുറമ്പോക്ക് പട്ടയങ്ങളും 71 വനഭൂമി പട്ടയങ്ങളും വിതരണം ചെയ്തു.
ഇരിങ്ങാലക്കുട നഗരസഭ ടൗൺ ഹാളിൽ മുകുന്ദപുരം താലൂക്ക് തല പട്ടയമേളയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാർ അധികാരത്തിലേറി ചുരുങ്ങിയ കാലയളവിൽ തന്നെ സംസ്ഥാനത്ത് 1,77,000-ത്തിലധികം പട്ടയങ്ങളും തൃശൂർ ജില്ലയിൽ 10,000-ഓളം പട്ടയങ്ങളും വിതരണം ചെയ്യാൻ സാധിച്ചുവെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള വേളൂക്കര വില്ലേജിലെ 43 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതിന് പട്ടികജാതി വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി ഉറപ്പു നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വാഗതവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ആശംസയും റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഡോക്ടർ MC റജീൽ നന്ദിയും അറിയിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഇരിങ്ങാലക്കുട പൗരാവലി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇന്റഗ്രേറ്റഡ് പോർട്ടൽ എന്ന വർഷങ്ങളായിട്ടുള്ള ആശയത്തിലേക്ക് ഉൾപ്പെടെ കടന്നു മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഓരോ ലാൻഡ് പാഴ്സലുകൾക്കും വേലി കെട്ടാതെ, കല്ലും മണ്ണും വെച്ചു മതിലു കെട്ടാതെ റവന്യൂ വകുപ്പിനകത്ത് എല്ലാ ബന്ധുക്കളെയും കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ വാലി ഈ കേരളത്തിൽ ഉണ്ടാകാൻ കഴിയുന്ന വിധത്തിൽ അത് മുന്നോട്ട് പോവുകയാണ്. അവസാനത്തെ വഴി നമ്മുടെ എല്ലാം സ്മാർട്ട് എന്ന ചിന്തയിലേക്കാണ്. ഒക്ടോബർ മാസത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ ഈ സർവീസുകളെല്ലാം മൊബൈലിലൂടെ സേവനങ്ങൾ ലഭ്യമാകാവുന്ന വിധത്തിലേക്ക് പോകും. മൊബൈലിലൂടെ സേവനങ്ങൾ ലഭ്യമാകാവുന്ന വിധത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല, വീടുകളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ലാൻഡ് ടാക്സ് ഉൾപ്പെടെ, ഭൂമിയുടെ കരം ഉൾപ്പെടെ എല്ലാം വീടുകളിൽ നിന്ന് നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ മാറുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമാണോ എന്നൊരു ചോദ്യം ലോക കേരള സഭ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് റവന്യൂ വകുപ്പിൽ നിങ്ങൾ കൊടുക്കുന്ന സേവനങ്ങൾ പലതും അവിടെ ഇരുന്ന് ലഭ്യമാകുന്നില്ല. ഇവിടെ ഉള്ളവരെ ഏൽപ്പിച്ചാൽ അത് നടക്കുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. ഇതാ ഒക്ടോബർ 22-ന് ഗവൺമെന്റിന്റെ 100 ദിന പരിപാടി പൂർത്തീകരിക്കുമ്പോൾ ഈ ട്രഷറി ഓപ്പൺ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ള 10 രാജ്യങ്ങളിൽ ഇരുന്ന് കേരളത്തിലെ ഭൂമി എവിടെയുമാകട്ടെ അതിന്റെ സർവേ നമ്പർ അറിയാമെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും സൗത്ത് ആഫ്രിക്കയും അടക്കം ഇന്ത്യക്ക് പുറത്തുള്ള 10 രാജ്യങ്ങളിൽ ഇരിക്കുന്ന പ്രവാസികൾക്ക് അവരുടെ മൊബൈലിലൂടെ കേരളത്തിലെ ഭൂമിക്ക് ടാക്സ് അടയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ റവന്യൂ വകുപ്പ് സമ്പൂർണമായി. ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ അതിരൂപത മതബോധന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ഹൃദയ ദിനാചരണം, സെമിനാർ, ഹൃദയ സംരക്ഷണ പ്രതിജ്ഞ, മധുര നെല്ലിക്ക വിതരണം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ഹൃദയ ദിനാചരണം തൃശൂർ അതിരൂപത മതബോധന ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഹൃദയ സംരക്ഷണ പ്രതിജ്ഞയ്ക്കും സെമിനാറിനും നേതൃത്വം നൽകി. പിറന്നാൾ ആഘോഷങ്ങൾ രക്തം ദാനം ചെയ്തും ഹൃദയ വ്യായാമത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഹൃദയത്തിന് ആവശ്യമായ പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയും ഹൃദയത്തെ സംരക്ഷിക്കുമെന്ന് യുവജനങ്ങൾ പ്രതിജ്ഞയെടുത്തു. തൃശൂർ അതിരൂപതയിലെ വിവിധ ഇടവകകളിലെ യുവജനങ്ങളാണ് വേറിട്ട പ്രതിജ്ഞയെടുത്ത് മാതൃകയായത്. ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്ന വ്യായാമക്കുറവ് പരിഹരിക്കാൻ കലാലയങ്ങളിലും പഞ്ചായത്തുകളിലും വ്യായാമ ക്ലബ്ബുകൾ രൂപീകരിക്കാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും തീരുമാനമായി. വിദ്യാർത്ഥികളായ ഡെല്ല, സാനിയോ എന്നിവർ നേതൃത്വം നൽകി. മേജർ PJ സ്റ്റൈജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾക്ക് മധുര നെല്ലിക്ക വിതരണം ചെയ്തതും കുട്ടികൾ ആവേശത്തോടെ നെല്ലിക്ക കഴിച്ചതും ഹൃദയ ദിനാചരണത്തിൽ വേറിട്ട അനുഭവമായി. കിലയുടെ 34 വർഷങ്ങൾ ഓർമ്മ പുതുക്കലിനായി ഫലവൃക്ഷ തൈകൾ നട്ടു. കില ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഫലവൃക്ഷ തൈ നടൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ കില ആസ്ഥാനത്തുള്ള ക്യാമ്പസിലാണ് വിവിധ ഇനത്തിലുള്ള 34 ഫലവൃക്ഷ തൈകൾ നട്ടത്. പ്ലാവ്, മാവ്, സപ്പോട്ട, സീതപ്പഴം, മരമുന്തിരി, കാറ്റ് ഫ്രൂട്ട്, തുരിയാൻ ചക്ക, മിറാക്കിൾ ഫ്രൂട്ട് തുടങ്ങി വൈവിധ്യമാർന്ന ഫലവൃക്ഷ തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പിള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊച്ചി മേയർ M അനിൽകുമാർ, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, കില ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അമൃത KPN, കില ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 1990-ലായിരുന്നു തൃശൂരിലെ മുളകുന്നത്തുകാവ് ആസ്ഥാനമാക്കി കിലയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. PG ഹൈവേയിലെ കല്ലിടുക്ക് എന്ന സ്ഥലത്തെ 2.5 കിലോ സ്വർണ്ണ റോബറി കേസിലെ മുഖ്യപ്രതിയടക്കം 5 പേർ പിടിയിൽ. കോയമ്പത്തൂരിൽ നിന്നും പണികഴിപ്പിച്ച ഏകദേശം 2.5 കിലോ സ്വർണവുമായി വാഹനത്തിൽ മടങ്ങി വന്നിരുന്ന 2 പേരെ കല്ലടുക്കിൽ വെച്ച് 3 വാഹനങ്ങളിൽ വന്ന് തടഞ്ഞു നിർത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് വാഹനത്തിന്റെ ഗ്ലാസ് തല്ലിപ്പൊളിച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വാഹനത്തിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രതികളായ റോഷൻ വർഗീസ്,
ഷിജോ വർഗീസ്, സിദ്ദിഖ്, നിശാന്ത്, നിഖിൽ നാഥ് എന്നിവരെയാണ് മണ്ണുത്തി പീച്ചി വിയൂർ ഒല്ലൂർ പോലീസ് അന്വേഷണ സംഘം പിടികൂടിയത്. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. പുത്തൂർ പഞ്ചായത്തിലെ വെട്ടൂക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരണം പൂർത്തിയാക്കിയ ലാബിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. ആശുപത്രി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, പഞ്ചായത്ത് അംഗം ജിനോ ജോസ്, പുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. TB, HIV, ഡെങ്കി, എലിപ്പനി, മലേറിയ, തൈറോയിഡ്, ലിവർ ഫംഗ്ഷൻ, കിഡ്നി, മഞ്ഞപ്പിത്തം തുടങ്ങി 64 ഇനം ടെസ്റ്റുകൾ ലാബിൽ ലഭ്യമാകും. ആശുപത്രിയിൽ പോയാൽ വലിയ തരത്തിൽ ചെലവാക്കുന്ന സംഖ്യയേക്കാൾ എത്രയോ ചെറിയ ഒരു സംഖ്യയാണ് നമുക്ക് ചെലവ്. നമുക്ക് സാധാരണ നിലയിൽ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ് ഒരു ചെറിയ പണം കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. അതായത് ഒരാളുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഒരു ഫുൾ ബോഡി ചെക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ രക്തപരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകളിൽ നമുക്കൊരു സ്കീമായി കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് തെളിയിച്ചാൽ നമ്മുടെ ആശാവർക്കർമാർക്ക് വലിയ സംഘമാണുള്ളത്. തൊഴിൽ ആശാവർക്കർമാരെന്ന് പറയുമ്പോൾ നല്ലതുപോലെ അവരുടെ പ്രവർത്തനത്തിൻ്റെ വലിയ പങ്ക് ചെലവഴിക്കുന്നവരാണ് എന്ന് കോവിഡ് കാലം മുതൽ നമുക്ക് ബോധ്യപ്പെടുകയും ആ വിധത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു ആശുപത്രി സമുച്ചയം തന്നെ തോമസ് മാഷ്ട ബിൽഡിങ്ങിൽ കൊണ്ടു നടക്കുന്ന സമയത്ത് മുഖമൂടികളില്ലാതെ സാധാരണ മനുഷ്യർക്കിടയിൽ കോവിഡ് കാലത്തെ പ്രതിരോധത്തിൻ്റെ വിളക്കുമായി ചെന്നെത്തിച്ച ആളുകളാണ് നമ്മുടെ ആശാവർക്കർമാർ. അതുകൊണ്ട്
ഒരു പാക്കേജ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ചെറിയൊരു സംഖ്യയ്ക്ക് ഈ പറയുന്ന LBM, HDL, STBT, SGBT എല്ലാം അടക്കം നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ഒരു പൊതു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആശാ വർക്കർമാർ മുതൽ അത് പിന്നെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ആളുകളെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്നൊരു ശ്രമത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പുത്തൂർ പഞ്ചായത്തിൽ പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഉള്ളപ്പോൾ വളരെ പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പഞ്ചായത്തിൽ ഡയാലിസിസ് രോഗികളായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മുഴുവനാളുകൾക്ക് 4000 രൂപ ഏത് ആശുപത്രിയിലാണോ ചികിത്സ ചെയ്യുന്നത് അവിടേക്ക് അക്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് പുത്തൂർ പഞ്ചായത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരോട്ടിച്ചാൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വർഷം തോറും നടത്തിവരാറുള്ള പരിശുദ്ധ എൽദോമോർ ബസേലിയൂസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ മാത്യു ഈരാളി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായ ലിജു ചിറപ്പുറത്ത്, ബൈജു എളമന, മനോജ് മോളത്ത്, ലിൻസൺ ആച്ചേരിക്കുടിയിൽ എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ 1, 2 ചൊവ്വ, ബുധൻ തീയതികളിലാണ് തിരുനാൾ ആഘോഷം. APSA സംസ്ഥാന പ്രവർത്തക കൺവെൻഷൻ ഈ മാസം 28, 29 തൃശൂർ പീച്ചിയിലുള്ള ദർശന കൺവെൻഷനിൽ വെച്ച് നടന്നു. APSA സംസ്ഥാന പ്രസിഡന്റ് PK ലാളി പതാക ഉയർത്തി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. സംസ്ഥാന സെക്രട്ടറി P രാജേഷ്, ട്രഷറർ P അബ്ദുൾ ഖാദർ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പൊതുയോഗം നടന്നു. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ബാങ്കിന്റെ കുണ്ടുക്കാടുള്ള ഹെഡ് ഓഫീസ് ഹാളിൽ ബാങ്ക് പ്രസിഡന്റ് TS ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്നു. ബാങ്ക് സെക്രട്ടറി ഫാദർ PK തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർമാരായ KR സന്ദീപ്, വർഗീസ് വാഗയിൽ, കുട്ടൻ മച്ചാട്, PV ഷാജി, PV ഹസനാർ, ജോൺസൺ മല്ലിയത്ത്, ലിസി രാജു, രാധിക പുഷ്പാങ്കദൻ, ജെസി സാജൻ, IA സബീല തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ സ്വാഗതവും ഡയറക്ടർ ജെയ്സൺ മാത്യു നന്ദിയും അറിയിച്ചു. തുടങ്ങി അതിനിടയിൽ കുറെ ആളുകളൊക്കെ ഉണ്ട്, തച്ചടി മാധവൻ നായർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ആധുനിക യുഗത്തിലേക്ക് നയിച്ചത് ശ്രീ ജോസിയും മാഷും സുന്ദരൻ കുന്നത്തുള്ളിയുടെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ സ്ത്രീ ജനങ്ങളുടെ കുടുംബശ്രീ വളരെ കുറഞ്ഞ നിലയിലായിരുന്നു. 58ഓളം കുടുംബശ്രീകൾ അദ്ദേഹത്തിൻ്റെ കാലത്തോടെ രൂപീകരിക്കപ്പെട്ടു. അതുപോലെ JLG 27 യൂണിറ്റുകൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് രൂപീകരിച്ചത് കൂടുതൽ ജനകീയമായി. അത് വളരെ വലിയൊരു വരുമാനം അല്ലെങ്കിൽ ജനങ്ങളെ ബാങ്കിലേക്ക് അടുപ്പിക്കുന്നതിന് അതൊരു മുഖ്യ കടിയായി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് നമ്മുടെ കെട്ട ഉദ്ഘാടനത്തിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എങ്കിലും ICDC പദ്ധതി പ്രകാരവും മറ്റൊരിടവേള. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ
നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. ഹൈദരാബാദിൽ വെച്ച് നടന്ന CISE ദേശീയ അത്ലറ്റിക് സ്പോർട്സ് മീറ്റിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ ഉജ്ജ്വല പ്രതിഭ ബിവിൽ സിബി 3 സ്വർണ്ണ മെഡലോടെ റെക്കോർഡ് വിജയം സ്വന്തമാക്കി. 19 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ആദ്യ ദിവസത്തെ 1500 മീറ്റർ ഓട്ടത്തിൽ 4.22 സെക്കൻഡിലാണ് റെക്കോർഡ് പ്രകടനം. രണ്ടാം ദിനത്തിൽ 800 മീറ്ററിൽ കരുത്തുകാട്ടി സ്വർണം കരസ്ഥമാക്കി. മൂന്നാം ദിനം 3000 മീറ്ററിൽ കാണികളെ ഞെട്ടിച്ച് 10 മിനിറ്റിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തി. 3 സ്വർണം നേടി താരമായി. പൊൻ തിളക്കത്തോടൊപ്പം 4x400 മീറ്റർ റിലേയിലെ മിന്നും പ്രകടനത്തിന് വെള്ളി മെഡലോടെ തിളക്കമാർന്ന വിജയം നേടി. 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ആവേശകരമായ മത്സരത്തിൽ 12.49 സെക്കൻഡിൽ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ ഗലെൻ ഹിൽസൺ 4ാം സ്ഥാനം നേടി. സംസ്ഥാനതല മത്സരത്തിൽ ബ്രിവിൽ സിബിയും ഗലെൻ ഹിൻസനും സ്വർണ്ണ മെഡൽ നേടി വ്യക്തിഗതമായ ചാമ്പ്യൻഷിപ്പിന് അർഹത നേടിയവരാണ്. ശരവേഗത്തിൽ കൂടെയുള്ളവരെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ജേതാവായ ബ്രിവിൽ സിബി ഡോൺ ബോസ്കോ സെമിനാരിയിലെ 3ാം വർഷ വൈദിക വിദ്യാർത്ഥി കൂടിയാണ്. ദീർഘദൂര ഇനങ്ങളിൽ 3 സ്വർണവും റിലേയിൽ 1 വെള്ളി മെഡലും നേടി താരമായ ബ്രിവിൽ സിബി ദേശീയ തലത്തിൽ വ്യക്തിഗതമായ ചാമ്പ്യൻഷിപ്പിനും യോഗ്യത നേടി. ഇന്ത്യൻ സ്കൂൾ ഫെഡറേഷന്റെ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. കർഷക തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ഇടതുപക്ഷ ഭരണത്തിലെ ആദ്യ പരിഗണനകളായി വരേണ്ടതെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. കർഷക തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക, പെൻഷനും ആനുകൂല്യങ്ങളും കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്ഷേമനിധി ബോർഡ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് CC മുകുന്ദൻ MLA അധ്യക്ഷനായി. ദേശീയ കൌൺസിൽ അംഗം AK ചന്ദ്രൻ, രജനി കരുണാകരൻ, MR സോമനാരായണൻ, PS ജയൻ, KS തങ്കപ്പൻ, KC ശിവരാമൻ, MA വേലായുധൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിനും ധർണയ്ക്കും KB ജോഷി ബാബു, PM നിക്സൺ, PS ബാബു, LA മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി VS പ്രിൻസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ നന്ദിയും അറിയിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പുന്നംപറമ്പ് ആലപ്പാടൻ വീട്ടിൽ പരേതനായ ജേക്കബ് മകൻ ഷാജു അന്തരിച്ചു. 53 വയസ്സായിരുന്നു. സംസ്കാരം മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ. പിന്നീട് അമ്മ റോസി, ഭാര്യ സിമ്മി, മക്കൾ അമിത്, അനവ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ BJPക്ക് വെള്ളിത്താലത്തിൽ വിജയം സമ്മാനിച്ചതായി VD സതീശൻ. ജില്ലയിൽ 2147 പട്ടയങ്ങളും 24 വനാവകാശ രേഖകളും വിതരണം ചെയ്തു. മന്ത്രി K രാജൻ താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂർ ഹൃദയ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രം നവീകരണം പൂർത്തിയാക്കിയ ലാബ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.